പൊതു ഇടങ്ങളിലെ പോസ്റ്റർ പ്രചാരണത്തിനെതിരെ തൃശൂർ മേയർ MK വർഗീസ് കളക്ടർക്ക് പരാതി നൽകി. രാഷ്ട്രീയ പാർട്ടികൾ തെറ്റ് തിരുത്തണമെന്ന് മേയർ. പണം വാങ്ങി പരസ്യം അനുവദിച്ചിടത്തും പോസ്റ്റർ പതിച്ചതായി മേയർ പരാതിപ്പെടുന്നു. സ്വതന്ത്രനായ മേയറുടെ പിന്തുണയോടെയാണ് LDF തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഈ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സംഘടനകളൊക്കെ തൃശ്ശൂർ പട്ടണത്തെ വളരെ മലിനമാക്കുന്ന രീതിയിലാണ് ഈ കൊടി തോരണങ്ങളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുന്നത്. കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ഇതുപോലെ തന്നെ പരസ്യത്തിന് കൊടുത്തിട്ടുള്ള വാടക വാങ്ങി നമ്മൾ പരസ്യം കൊടുത്തിട്ടുള്ള സ്ഥലത്ത് പോലും ഇതുപോലെ തന്നെ എല്ലാവരും ഒട്ടിച്ച് വളരെ മോശമായ രീതി, അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ വളരെ അപകടകരമായ രീതിയിലുള്ള ഈ കൊടി തോരണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. ഞാനിത് ജില്ലാ ഇലക്ഷൻ കമ്മീഷണർക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, മേയർക്ക് പിന്തുണ നൽകിയിട്ടുള്ള LDF ആണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ആദ്യം കടന്നിട്ടുള്ളത്. അപ്പോൾ LDFനെതിരെ ഉൾപ്പെടെ പരാതിപ്പെടുകയാണ് തൃശ്ശൂർ മേയർ. തീർച്ചയായും പിന്നിൽ ഇത് LDFന് ഒരു പരിധിവരെ LDFനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ മേയറുടെ ഇപ്പോഴത്തെ പ്രസ്താവനയും അതോടനുബന്ധിച്ച കത്തും നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പോസ്റ്റർ പ്രചാരണം തൃശ്ശൂർ നഗരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പ്രചരണം കാര്യമായിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥിയുടെ പേരിലില്ലെങ്കിൽ പോലും BJP താമരത്തിൽ വോട്ട് ചെയ്യുക എന്നതടക്കമുള്ള പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിൽ പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കൊണ്ട് നിറയുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ പരസ്യങ്ങൾ നൽകിയിരുന്ന സ്ഥലങ്ങളിൽ പോലും വ്യാപകമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പോസ്റ്റർ പതിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങൾ. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രധാനമായും കത്ത് നൽകിയിരിക്കുന്നത്. ജില്ലാ ഇലക്ഷന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടർക്കാണ് ഇത്തരത്തിൽ കത്ത് നൽകി. വേണ്ടി വന്നാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുമെന്ന് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മലീമസമാക്കുന്ന പരിസ്ഥിതിയെയും പരിസര പ്രദേശങ്ങളെയും മലീമസമാക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇല്ല എന്നുകൂടി LDFന്റെ മേയറാണ് പറയുന്നതെന്നാണ് ഏറ്റവും വിചിത്രവും കൗതുകവും നിറഞ്ഞ വസ്തുത. രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അതിവലിയ ചൂട് പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മേയർ തന്നെ ഇത്തരം ഒരു പ്രസ്താവനയുമായും ഇത്തരം ഒരു കത്തുമായി രംഗത്ത് വരുന്നു. വേണ്ടി വന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുമെന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഒരു കൗതുകവും അതോടൊപ്പം തന്നെ ഒരു നാളെ എന്ത് ഇക്കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നതും ഏറെ കൗതുകത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. ബിനിൽ, തീർച്ചയായും